1863 ജനുവരി 12-ന് കൊൽക്കത്തയിൽ നരേന്ദ്രനാഥ് ദത്ത എന്ന പേരിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ ഒരു മഹാനായ ഇന്ത്യൻ സന്യാസിയായിരുന്നു. ഉയർന്ന ചിന്താഗതിയും ലളിതമായ ജീവിതവുമുള്ള ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ ഭക്തനായ നേതാവും ഒരു തത്വചിന്തകനും കൂടാതെ മഹത്തായ തത്വങ്ങളുള്ള ഒരു ഭക്തനായ വ്യക്തിയുമായിരുന്നു. ആധുനിക വേദാന്തം, രാജയോഗ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ദാർശനിക കൃതികളാണ്. രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനായിരുന്ന അദ്ദേഹം രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ മിഷന്റെയും തുടക്കക്കാരനുമായിരുന്നു. മഹത്തായ ഇന്ത്യൻ സംസ്കാരത്തിൽ ഉൾച്ചേർന്ന മൂല്യങ്ങളുടെ ചിതറിക്കിടക്കലിലാണ് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്. ശ്രീ വിശ്വനാഥന്റെയും അമ്മ ഭുവനേശ്വരി ദേവിയുടെയും മകനായ സ്വാമി വിവേകാനന്ദനെ ആദ്യകാലത്ത് നരേന്ദ്രനാഥ് ദത്ത എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ആരും ചോദ്യം ചെയ്യപ്പെടാത്ത വൈദഗ്ധ്യവും ബൗദ്ധികശേഷിയുമുള്ള ഒരു കുട്ടിയായിരുന്നു നരേന്ദ്രൻ. തൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവന്. ഈ മികവ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ അംഗീകരിക്കുകയും അങ്ങനെ അവർ സുധിധർ എന്ന് അവനെ നാമകരണം ചെയ്യുകയും ചെയ്തു. തൻ്റെ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ, ഗുസ്തി എന്നീ കഴിവുകളും അവൻ ആർജിച്ചെടുത്തു. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും അധ്യാപനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട സ്വാമി വിവേകാനന്ദന് മതത്തോട് അഗാധമായ ആദരവ് ഉണ്ടായിരുന്നു. നരേന്ദ്രൻ എന്ന വിവേകാനന്ദൻ വീരപ്രിയനും സ്വഭാവത്താൽ വളരെ നിഗൂഢതയുള്ളവനുമായിരുന്നു. അദ്ദേഹം നിരവധി സന്യാസിമാരെ സന്ദർശിക്കുകയും ഓരോരുത്തരോടും നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. രാമകൃഷ്ണ പരമഹംസനെ കാണുന്നതുവരെ അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണത്തിന് ഉത്തരം ലഭിച്ചില്ല. കൊൽക്കത്തയിലെ തൻ്റെ സുഹൃത്തിൻ്റെ വസതിയിൽ എത്തിയപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസനെ ആദ്യമായി കാണുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ അമാനുഷിക ശക്തികളെക്കുറിച്ച് ബോധവാനായ പരമഹംസൻ അദ്ദേഹത്തെ ദക്ഷിണേശ്വരത്തേക്ക് വിളിച്ചു. അങ്ങനെ തൻ്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമെന്ന നിലയിൽ ഒടുവിൽ രാമകൃഷ്ണ പരമഹംസനെ തൻ്റെ ഗുരുഭാവത്തിൽ അംഗീകരിക്കാൻ വിവേകാനന്ദനെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഗുരു അവനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി തെളിച്ചു. ഗുരുവിനോടുള്ള അഗാധമായ കൃതജ്ഞതയും ബഹുമാനവും ഗുരുവിൻ്റെ ഉപദേശങ്ങളുടെ വ്യാപനത്തിനായി 4 ദിശകളിലേക്കും സഞ്ചരിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അമേരിക്കയിൽ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചിക്കാഗോയിൽ അദ്ദേഹം നടത്തിയ അവിശ്വസനീയമായ പ്രസംഗത്തിലൂടെ വിവേകാനന്ദൻ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. സംസ്കാരങ്ങളിൽ ബഹുത്വമുണ്ടെങ്കിലും സാർവത്രിക സ്വീകാര്യത, ഏകത്വം, ഐക്യം എന്നിവയുടെ മൂല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ മതത്തിൻ്റെ മൂല്യം അദ്ദേഹം മുന്നോട്ട് വച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സാംസ്കാരിക വിദൂരത അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉന്നതമായ ആദർശങ്ങളുടെയും മഹത്തായ ചിന്തകളുടെയും വ്യക്തിത്വമായിരുന്ന സ്വാമിജി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമായിരുന്നു. തൻ്റെ അധ്യാപനങ്ങളിലൂടെ യുവ മസ്തിഷ്കത്തിൽ സ്വയം തിരിച്ചറിവ്, സ്വഭാവ രൂപീകരണം, ആന്തരിക ശക്തികളുടെ തിരിച്ചറിയൽ, മറ്റുള്ളവർക്കുള്ള സേവനം, ശുഭാപ്തി വിശ്വാസം, അശ്രാന്ത പരിശ്രമം എന്നിവയും മറ്റു പലതും കൊണ്ട് നിറയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എഴുന്നേൽക്കുക, ഉണരുക, ലക്ഷ്യത്തിലെത്തുന്നതുവരെ നിർത്തരുത് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയാണ്. കുട്ടികളെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. ബേലൂർ എന്ന മഠത്തിൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. വിവേകാനന്ദൻ ദൈവികതയുടെ സന്ദേശവും വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യവും പ്രചരിപ്പിച്ചു. 1902 ജൂലൈ 4-ന് ബേലൂർ മഠത്തിൽ വെച്ചാണ് ഈ മഹാനായ ദേശസ്നേഹിയായ സന്യാസി അന്ത്യശ്വാസം വലിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും സമ്പന്നവും വൈവിധ്യമാർന്നതുമായ പൈതൃകം, നിസ്വാർത്ഥമായ സ്നേഹം, രാഷ്ട്രത്തോടുള്ള സേവനം എന്നിവയുടെ സന്ദേശങ്ങൾ സ്വാമിജി വഹിച്ചു.
ഉന്നതമായ സദ്ഗുണങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ മാസ്മരിക വ്യക്തിത്വം യുവമനസ്സുകളെ പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ അവരിലെ ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ കാരണമായി. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി എല്ലാവരും തീക്ഷ്ണതയോടെയും ഉത്സാഹത്തോടും കൂടി ആഘോഷിക്കുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.